Hi everyone. Today we are going to start module 5. നമ്മൾ പ്രീവിയസ് മോഡ്യൂൾസിലൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് കണ്ടിട്ടുണ്ട്. റിക്വയർമെൻറ്റ് ഫേസ്, അനാലിസിസ് ഫേസ്, ഡിസൈൻ ഫേസ്, അങ്ങനെ കുറേ ഫേസസ് കണ്ടിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ മെയിൻ്റനൻസ് ഫേസ് ആണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. വി വിൽ മൂവ് ഓൺ വിത്ത് ദ കണ്ടൻറ്റ്സ്. ഫസ്റ്റ് വൺ ഇസ് മെയിൻ്റനൻസ്, സെക്കൻഡ് വൺ ഇസ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ ഇസ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്. മെയിൻ്റനൻസിൽ നമ്മൾ ഓവർവ്യൂവും അതിൻ്റെ ടൈപ്സും ആണ് പഠിക്കുന്നത്. റിസ്ക് മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് റിസ്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിസ്ക്, ദെൻ റിസ്ക് മോണിറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, അതൊക്കെയാണ് റിസ്കിൽ പഠിക്കുന്നത്. തേർഡ് വൺ ഇസ് ദ 4P കൺസെപ്റ്റ്. 4 P's ഉണ്ട്. ദാറ്റ് ഇസ് പീപ്പിൾ, പ്രോഡക്റ്റ്, പ്രോസസ് ആൻഡ് പ്രോജക്റ്റ്. എങ്ങനെയാണ് ഈ 4ഉം വെച്ച് നമുക്ക് പ്രോജക്റ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ കൺസെപ്റ്റാണ്. സോ ഇൻ ദിസ് സെക്ഷൻ, today's class we will study what is maintenance and how maintenance phase is carried out in a software development life cycle. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പോവാം. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമറിന് ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർ അത് ഇൻസ്റ്റാൾ ചെയ്യും, അത് ഓപ്പറേഷനിലാക്കും, ദാറ്റ് ഈസ് ഇൻ എ വർക്കിംഗ് കണ്ടീഷൻ. അപ്പം അതിന് ശേഷം ഹാപ്പൺ ചെയ്യുന്ന ടാസ്കിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയാം. അപ്പം സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തു. ഇനോഗ്രേഷൻ മീൻസ് വി ആർ സ്റ്റാർട്ടിങ് ടു വർക്ക് ഇൻ ദാറ്റ് സോഫ്റ്റ്വെയർ. അങ്ങനെ വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ഡെലിവറി, റിലീസ് എല്ലാം കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലാണ് നമ്മൾ ലൈഫ് സൈക്കിളിൽ നമ്മുടെ മെയിൻ്റനൻസ് ഫേസ് എന്ന് പറഞ്ഞ ആ ഒരു ഫേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പം നമ്മുടെ സോഫ്റ്റ്വെയർ എൻറ്റയർ ലൈഫ് സൈക്കിളിൻ്റെ 40-70% ഓഫ് ദ കോസ്റ്റ് ദിസ് മെയിൻ്റനൻസ് ഫേസ് വിൽ ബി കൺസ്യൂമിങ്. ടോട്ടൽ നമ്മുടെ പ്രോജക്റ്റിനൊരു കോസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു 40-70% തന്നെ കോസ്റ്റ് ഈ മെയിൻ്റനൻസ് ഫേസ് എടുക്കും. അപ്പോൾ ഹൈലി ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് മെയിൻ്റനൻസ് ഫേസ്. കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് അതിൽ ചേഞ്ചസ് വരുമ്പോൾ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് മേ സ്പാൻ ഫോർ 20 years. ലൈക്ക് വൈസ് 20 years എന്ന് പറയുമ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് തുടങ്ങി അതിൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് അതിനെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ സോഫ്റ്റ്വെയർ പിന്നെയും വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കണം. അപ്പോൾ ഓരോ ടൈം അതിന് മെയിൻ്റനൻസ് വരും. അപ്പോൾ ആ മെയിൻ്റനൻസ് റേഞ്ച് ചെയ്യുന്ന സ്പാനിനെയാണ് 20 years എന്ന് പറയുന്നത്. Next we have 4 points here. That is, software maintenance is actually a very broad activity that includes error correction, enhancement of capabilities, deletion of obsolete capabilities, optimization. അപ്പം എറേഴ്സ് വന്നാൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം, അതൊക്കെ മെയിൻ്റനൻസ് വർക്കിൽ വരുന്നതാണ്. പിന്നെ എൻഹാൻസ്മെൻറ്റ് ഓഫ് അതിൻ്റെ capabilities, അതിൻ്റെ എബിലിറ്റീസ് ഒക്കെ നമ്മൾ എൻഹാൻസ് ചെയ്യണം. പുതിയൊരു സോഫ്റ്റ്വെയർ വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് എൻഹാൻസ് ചെയ്യണം. ദെൻ തേർഡ് പോയിന്റ് ഇസ് ദ ഡിലീഷൻ ഓഫ് ഒബ്സലേറ്റ് capabilities. ചില കാര്യങ്ങൾ നമുക്ക് യൂസേജ് വരില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ വരുന്നത് ഒപ്റ്റിമൈസേഷൻ ആണ്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ പ്രോഗ്രാം കോഡ് തന്നെ നമുക്ക് ഫുള്ളി നമ്മൾ യൂസ് ചെയ്യുന്ന സിനാരിയോസ് ഉണ്ടാവില്ല. ലൈക്ക് വൈസ് നമുക്ക് ആവശ്യമുള്ള മാത്രം നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുകയും ചെയ്യാം. ആവശ്യമുള്ള മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കളയാം. And second point, any work done to change the software after it is in the operation is considered as a maintenance work. ഓൾറെഡി ബിൽട്ടായിട്ട് കറക്റ്റ്ലി ചെയ്ത് കഴിഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇനിയും എന്തെങ്കിലും നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് വി സേ ദാറ്റ് ഇറ്റ് ആസ് എ മെയിൻ്റനൻസ് വർക്ക്. അപ്പോൾ നമ്മളിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ കുറേ കാലങ്ങൾക്ക് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും സോഫ്റ്റ്വെയർ ഡസൻ വെയർ ആൻഡ് ടെയർ ലൈക്ക് ഹാർഡ്വെയർ. അങ്ങനെയാണല്ലോ നമ്മൾ യൂഷ്വലി പറയാറ്. ഹാർഡ്വെയർ വി ക്യാൻ ടച്ച്, സോഫ്റ്റ്വെയർ വി കനോട്ട് ടച്ച്. അങ്ങനത്തെ അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ തന്നെ ഉണ്ട് കുറേ. അപ്പം നമ്മൾ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ ഇന്ന് ഡെവലപ്പ് ചെയ്തു ഒരു 1 year കഴിഞ്ഞാൽ അത് മോശമാവാൻ പാടില്ല. മോശമാവും മീൻസ് എറേഴ്സ് വരാം, അത് ഹാങ് ആവും, അങ്ങനത്തെയൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരാണ്ട് നിൽക്കാൻ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ വി ഷുഡ് പ്രിസർവ് ദാറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ ആ ഒരു പേർപ്പസും ഈ മെയിൻ്റനൻസ് വർക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. So we move on to the categories of maintenance. Maintenance is divided into 3 categories, that is corrective, adaptive and perfective. ഈ 3 കാര്യങ്ങളും മെയിൻ്റനൻസ് വരുന്നതാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഡക്റ്റ് ഓർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോഫ്റ്റ്വെയർ we go with these 3 maintenance. First one is corrective maintenance. Corrective maintenance എന്ന് പറയുമ്പം സോഫ്റ്റ്വെയർ വരുന്ന ഡിഫക്റ്റ്, സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫക്റ്റ് വരുന്നു, നമ്മളത് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അതിന് ഡിഫക്റ്റ് വരുന്നു, അപ്പോൾ നമ്മൾ അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കറക്റ്റീവ് മെയിൻ്റനൻസ് പറയുന്നത്. അപ്പോൾ ഈ ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്ത് കാരണം വരുന്നതാണ്? ഇറ്റ് ക്യാൻ ബി ലോജിക്കൽ എറേഴ്സ്, കോഡിങ് ചെയ്യുമ്പോഴുള്ള എറേഴ്സ്, പിന്നെ ഡിസൈൻ ചെയ്യുമ്പോഴുള്ള എറേഴ്സ്. ഈ 3 എറേഴ്സ് കാരണം വരുന്നതാണ് ഡിഫക്റ്റ്. ആ ഡിഫക്റ്റിനെയാണ് നമ്മൾ
കറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് മോഡിഫിക്കേഷൻ ഇസ് നോൺ ആസ് കറക്റ്റീവ് മെയിൻ്റനൻസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ 3 എറേഴ്സ് വരുന്നത്? ഡിസൈൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മളെ സോഫ്റ്റ്വെയറിൽ നിന്ന് വരുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിരിക്കാം, ഇൻകംപ്ലീറ്റ് ആയിരിക്കാം, പിന്നെ സോഫ്റ്റ്വെയർ ആയിട്ട് റോങ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്തൊക്കെയാണ് ഡിസൈൻ എറേഴ്സ് വരുന്നത്. ലോജിക്കൽ എറർ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ചെയ്യുമ്പം അതിൻ്റെ കൺക്ലൂഷൻസ് ഒക്കെ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കാം. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തപ്പം കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, ഡിസൈൻ സ്പെസിഫിക്കേഷൻ പോലെ തന്നെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തില്ല, ഇറ്റ് ക്യാൻ ബി ഇൻകംപ്ലീറ്റ്. പിന്നെ ലോജിക്കലായിട്ട് വരുന്ന ഫ്ലോ, അതായത് ഡാറ്റ ഫ്ലോ ആവാം, അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ ഫ്ലോ ആവാം, ഔട്ട്പുട്ടിൻ്റെ ഫ്ലോ ആവാം. ആ ലോജിക്കലി ഡിസൈൻ ഫ്ലോ അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്കൽ ഫ്ലോ അതൊക്കെ ഫോൾട്ടായിട്ടും വരാം. ദെൻ ഇൻകംപ്ലീറ്റ് ടെസ്റ്റ് ഡാറ്റ, അതായത് എല്ലാ ടെസ്റ്റ് കേസസും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ അത് കാരണം അവിടെ എറേഴ്സ് വരാം. ദെൻ തേർഡ് വൺ ഇസ് എ കോഡിങ് എറർ. കോഡിങ് എറേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ഡിസൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അതിവിടെ കോഡിങ് എറർ വരാം. പിന്നെ സോഴ്സ് കോഡിൻ്റെ ലോജിക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ല. സോഴ്സ് കോഡ് ഒരു ലോജിക്കാണ് പറയുന്നത്, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വേറൊരു തരത്തിലാണെങ്കിൽ അവിടെ ഇൻകറക്റ്റ് വരും. പിന്നെ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിൽ വരുന്ന എറേഴ്സും, പിന്നെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഒരു വെൽ ആൻഡ് ഗുഡ് ആയിട്ടുള്ള സിസ്റ്റം വിത്ത് ഹൈ പ്രൊസസ്സർ, റാം, റോം അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ സിസ്റ്റം കൂടി അതിൻ്റെ പെർഫോമൻസ് കൂടി നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിന്ന് റിലേറ്റഡ് ആയിട്ട് വരുന്ന എറേഴ്സും നമ്മൾ ഈ കോഡിങ് എറേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം ഈ 3 എറേഴ്സും കൂടി നമ്മൾ മെയിൻ്റെനൻസ് വർക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു എറേഴ്സ് നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വർക്കിന് നമ്മൾ കറക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് പാച്ചിങ്. പാച്ചിങ് എന്ന് പറയുന്നത് ഈ മെയിൻ്റെനൻസിൻ്റെ ഇടയിലൊന്നും വരുന്ന കാര്യമാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഐ കെപ്റ്റ് ഇൻ ദ സ്ലൈഡ്. നമുക്ക് പാച്ചിങ് എന്താണെന്നും കൂടി അറിയണം. നമ്മൾ സിസ്റ്റം ഫെയിലിയർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് ഒക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ എന്തെങ്കിലും കാര്യം സേവ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് സിസ്റ്റം ഫെയിലായെങ്കിൽ വീണ്ടും സിസ്റ്റം ഓൺ ആകുമ്പം ആ ചെയ്ത കാര്യങ്ങളൊക്കെ സേവ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാവണം. ദാറ്റ് ഇസ് ഓപ്പറേഷൻ ഷുഡ് ബി അവൈലബിൾ എനി ടൈം വെൻ സിസ്റ്റം ഇസ് ബീങ് ഫെയിൽഡ് ആൻഡ് വെൻ വി റിക്കവർ ബാക്ക് ദ സിസ്റ്റം ദ ആക്ഷൻ ഷുഡ് ബി ഒബ്റ്റൈൻഡ്. ആ ഒരു റീസ്റ്റോർ ഓപ്പറേഷൻ അവിടെ നടന്നിരിക്കണം. അപ്പം മെയിൻ്റനൻസ് വർക്ക് ചിലപ്പം നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം പെട്ടെന്ന് നമുക്കൊന്ന് സോഫ്റ്റ്വെയർ റിന്യൂ ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാകും. ഒരു എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഫിക്സസിനെയാണ് നമ്മൾ പാച്ചിങ് ചെയ്യുക. അപ്പോൾ ഈ എമർജൻസി ഫിക്സ് ഇൻ ദ സെൻസ് ആ ഒരു ഫിക്സ് ചെയ്തുകൊണ്ട് ലൈഫ് ലോങ് വർക്ക് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1-2 ദിവസത്തേക്ക് പെട്ടെന്ന് ഒരു ഫിക്സ് ആക്കി വെക്കില്ലേ, ലൈക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ ഫിക്സ് ആക്കി വെക്കില്ല, അതിനാണ് പാച്ചിങ്. അതാണ് പാച്ച് വർക്ക്സ് എന്ന് പറയില്ല, അതാണ് പാച്ചിങ്. അപ്പോൾ ഇങ്ങനെ പാച്ചിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. നമ്മൾ പാച്ചിങ് എന്ന് പറയുമ്പം എറ്റ് എ ടൈം ആ ഒരു ടൈമിൽ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ അത് സോൾവ് ചെയ്തു, ബട്ട് സ്റ്റിൽ ഇൻ ഫ്യൂച്ചർ അതിന് വെച്ചുള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കൂടും. പിന്നെ അൺഫോഴ്സിൻ റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും പോർഷൻസിൽ വേറെ ചേഞ്ചസ് വരാം. അത് യൂസർ അല്ലെങ്കിൽ ഡെവലപ്പറിനെ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ചേഞ്ചസ് ടു വൺ പാർട്ട് ഓർ പ്രോഗ്രാം മേ എഫക്റ്റ് അതർ സെക്ഷൻ ഇൻ ആൻ അൺപ്രഡിക്റ്റബിൾ മാനർ. അതുപോലെ തന്നെ ഇങ്ങനെ അൺപ്രഡിക്റ്റബിൾ മാനറിൽ ചേഞ്ചസ് വരുമ്പോൾ ദിസ് വിൽ ലീഡ്സ് ടു ഡിസ്റ്റോഷൻ ഇൻ ദ ലോജിക് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന് ഒരു ലോജിക് ഉണ്ട്, അതനുസരിച്ച് അവിടെ ഡിസ്റ്റോഷൻ വരും. ഹെൻസ് ദിസ് ഇസ് പാച്ചിങ്. നെക്സ്റ്റ് വി ഹാവ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പം നമ്മുടെ സോഫ്റ്റ്വെയർ എൻവയറമെൻറ്റിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പം സോഫ്റ്റ്വെയർ അതായിട്ട് അഡാപ്റ്റ് ആവണം. ദാറ്റ് മീൻസ് ആ ഒരു ചേഞ്ചസ് ആയിട്ട് അത് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റണം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മോഡിഫൈ ചെയ്യുമ്പോൾ, നമ്മൾ സോഫ്റ്റ്വെയർ മോഡിഫൈ ചെയ്യുമ്പം ഇറ്റ് ഹാസ് ടു അഡാപ്റ്റ് ടു ദ ചേഞ്ചസ് ഇൻ ദ എൻവയറമെൻറ്റ്. അപ്പം ഈ എൻവയറമെൻറ്റ് എന്ന് പറയുമ്പം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് വരാം, ദാറ്റ് ഈസ് ബീൻ ആക്ടിങ് ഓൺ എ സോഫ്റ്റ്വെയർ. ആസ് എ റിസൾട്ട് നമ്മൾ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ബിസിനസ് റൂൾസ് വരാം, ഗവൺമെൻറ് പോളിസീസ് വരാം, വർക്ക് പാറ്റേൺസ് വരാം, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ് വരാം. അപ്പോൾ നമ്മൾ എൻവയറമെൻ്റ് ആണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതിലാണ് വർക്കപ്പ് ചെയ്യുന്നത് അതിന് എൻവയറമെൻറ്റ്. അപ്പോൾ ബിസിനസ് റൂൾസ് അനുസരിച്ച് ചിലപ്പോൾ ചേഞ്ചസ് വരാം, ചിലപ്പോൾ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ചേഞ്ചസ് വരാം, ഗവൺമെൻറ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ആ പോളിസീസ് അനുസരിച്ച് ചേഞ്ചസ് വരാം, പാറ്റേൺസിൽ ചേഞ്ചസ് വരാം, പിന്നെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നതിന് ചേഞ്ചസ് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ചെയ്ത കോഡിങ് അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കാര്യമായിട്ട് ഇറ്റ് ഷുഡ് ബി കോപ്പപ്പിങ്, അതായിട്ട് അതിന് മാനേജ് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആ സ്ഥലമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവിടുത്തെ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ ആ സ്ഥലമായിട്ട് മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ലേ. ലൈക്ക് വൈസ് സെയിം ദിസ് സോഫ്റ്റ്വെയർ ഷുഡ് ബി അഡാപ്റ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ എൻവയറമെൻറ്റിൽ ചേഞ്ചസ് കൊണ്ടുവരുമ്പം ഇതിനെയാണ് നമ്മൾ മോഡിഫിക്കേഷൻസ് എന്ന് പറയാം. അപ്പോൾ അതിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ആൻഡ് ഓൾസോ മോഡിഫിക്കേഷൻ ഇസ് ഹാപ്പണിങ് വെൻ ദ സോഫ്റ്റ്വെയർ മൂവ്സ് ടു എ ഡിഫറെൻറ്റ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം. ഇനി വേറൊരു ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം, ഇപ്പോൾ നമ്മൾ ഒരു
വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പ്രോഗ്രാം. വേറൊരു ലിനക്സ് അല്ലെങ്കിൽ ഉബണ്ടു വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയറോ ഓപ്പൺ സോഴ്സ് ഏതെങ്കിലും സോഫ്റ്റ്വെയറിലേക്ക് നമ്മളത് മാറ്റുമ്പം അതനുസരിച്ച് പ്ലാറ്റ്ഫോം ചേഞ്ചും വരും. സോ അവിടെയും ഒരു മോഡിഫിക്കേഷന് സാധ്യതയുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് അഡാപ്റ്റീവ് മെയിൻ്റെനൻസ്. നെക്സ്റ്റ് വി ഹാവ് പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ്. പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനാണ്, നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാനാണ്. അപ്പോൾ ഇറ്റ് ഹാപ്പൻസ് ഫോർ ഇംപ്രൂവിങ് ദ പെർഫോമൻസ്, ദെൻ ദ ചേഞ്ചസ് ഓഫ് ദ സോഫ്റ്റ്വെയർ, പിന്നെ പ്രോസസ്സ് ചെയ്യുന്ന എഫിഷ്യൻസി. അപ്പോൾ അതൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് മെയിൻ്റെനൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുക. അപ്പം ഒരു യൂസർ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ യൂസറിന് അയാൾക്ക് ആവശ്യമനുസരിച്ച് റിക്വയർമെൻറ്റ്സ് പറയാം. ഇനിയും കൂടുതൽ എന്തെങ്കിലും ആഡപ്പ് വേണമെങ്കിൽ അതും പറയാം. എക്സിസ്റ്റിംഗ് സിസ്റ്റം തന്നെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുമെങ്കിൽ അതും പറയാം. അപ്പോൾ യൂസറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ നീഡ്സ് അനുസരിച്ച് ഇത് കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയാം. സോ ദിസ് ടൈപ്പ് ഓഫ് പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ് ഇസ് ഓൾസോ കോൾഡ് ആസ് എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ എൻഹാൻസ്മെൻറ്റ് മെയിൻലി എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആവാൻ, കുറച്ചുകൂടി ഫാസ്റ്റർ ആവാൻ, കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് എല്ലാം കറക്റ്റായിട്ട് നിൽക്കാൻ, പിന്നെ ബെറ്റർ ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അതിന് ഡോക്യുമെൻറ്റേഷൻ ചെയ്യും. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മെയിൻ്റെനൻസ് വർക്കിൻ്റെ കൂടി ഡോക്യുമെൻറ്റേഷൻ ചെയ്യും. അപ്പോൾ ബെറ്റർ എല്ലാത്തിൻ്റെയും പ്രീഡിഫൈൻഡ് ആയിട്ട് കുറച്ച് സോഫ്റ്റ്വെയർ ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ട്, അതിനെ കുറച്ചും കൂടി ഒരു ഹൈ ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ ത്രീ ടൈപ്പ് ഓഫ് മെയിൻ്റെനൻസ്. ഇത് കൂടാണ്ട് തന്നെ അതർ ടൈപ്പ് ഓഫ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് അതിൽ കുറച്ച് പോയിന്റ്സ് വരുന്നത്. മെയിൻ്റെനൻസ് യൂഷ്വലി അത് കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു മീഡിയം കോംപ്ലക്സിറ്റിയിലാണ് യൂഷ്വലി പോവാറ്. നമ്മൾ ഹൈ ലെവലായിട്ട് പ്രോഗ്രാം ഫുള്ള് റൺ ചെയ്ത് സ്റ്റക്ക് ആവാണ്ടും അതല്ല തീരെ സ്ലോ ആവാണ്ടും അങ്ങനെയല്ല, ഒരു മീഡിയം കോംപ്ലക്സിലാണ് നമ്മൾ എല്ലാ പ്രോഗ്രാംസും റൺ ചെയ്യാറ്. അപ്പം മെയിൻ്റെനൻസ് ചിലപ്പം കോംപ്ലക്സിറ്റി കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് അനുസരിച്ച് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോംപ്ലക്സിറ്റി അതനുസരിച്ച് കുറയ്ക്കാനും അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു മെയിൻ്റെനൻസിനെയാണ് നമ്മൾ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുക. അതായത് നമ്മൾ യൂഷ്വലി ചെയ്ത മെയിൻ്റെനൻസ് ഒക്കെ ഓക്കെ ആണ്, ബട്ട് സ്റ്റിൽ എനി ഓഫ് ദ കണ്ടീഷൻ വിൽ ഇൻക്രീസ് ഇൻ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. അപ്പം നമുക്ക് അത് റെഡ്യൂസ് ചെയ്യാനുള്ള വർക്ക് നമ്മൾ ചെയ്യണം. ആ വർക്കിനെയാണ് നമ്മൾ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ യൂഷ്വലി എപ്പോഴും കമ്പനീസിൽ ചെയ്യുന്നത് ഇത്രയും ടൈപ്പ് ഓഫ് മെയിൻ്റെനൻസ് ആണ്. ഇത് കൂടാണ്ടും വേറെ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസിൻ്റെ കുറച്ചധികം പോയിന്റ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ആ പ്രോഗ്രാം അണ്ടർസ്റ്റാൻഡബിൾ ആക്കും. നമ്മൾ ഓൾറെഡി ഉള്ള മെയിൻ്റെനൻസ് ഒക്കെ അപ്ലൈ ചെയ്തു, കോംപ്ലക്സിറ്റി കൂടുന്ന സമയത്ത് നമ്മളത് കുറയ്ക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നതാണ് പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ്. സോ ആസ് എ റിസൾട്ട് ഇറ്റ് വിൽ മേക്ക് ദ പ്രോഗ്രാം മോർ അണ്ടർസ്റ്റാൻഡബിൾ. അപ്പോൾ അതിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ ആണ്, പിന്നെ കോഡിൻ്റെ റീസ്ട്രക്ചറിങ് ആണ്, പിന്നെ ഡോക്യുമെൻറ്റേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഡിനെ തന്നെ വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്ത് റീസ്ട്രക്ചർ ചെയ്യാണ്. കോഡിന് ആവശ്യമില്ലാത്ത കോഡിംഗ് ഒക്കെ കളഞ്ഞിട്ട് ബാക്കി ഇമ്പോർട്ടൻറ്റും ആവശ്യമുള്ള കോഡിംഗ് മാത്രം വെച്ചിട്ട് ആവശ്യമുള്ള ടേംസ് മാത്രം വെച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ചില പ്രോഗ്രാമിൽ ചില വൈൽ ലൂപ്സും ചില ഇഫ് ലൂപ്പൊന്നും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും കയറുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമ്മളതൊക്കെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റിയിലൊക്കെ നമ്മൾ പ്രീവിയസ് മോഡ്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത കോഡിംഗ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. സോ ദേ ക്യാൻ ബി ഒപ്റ്റിമൈസ്ഡ്. അതനുസരിച്ച് ആ ഡോക്യുമെൻറ്റേഷനിൽ അപ്ഡേറ്റും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മുടെ ആ കോഡിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ആവുന്നതാണ്. സോ ദിസ് ഈസ് വാട്ട് ഇസ് മെൻ ബൈ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ്. അപ്പം ഹിയർ യു ക്യാൻ സി എ സ്മോൾ ഫിഗർ. ഇതൊരു പൈ ചാർട്ടാണ്. എങ്ങനെയാണ് പെർഫെക്റ്റീവ്, അഡാപ്റ്റീവ്, പ്രിവെൻറ്റീവ് ആൻഡ് കറക്റ്റീവ് മെയിൻ്റെനൻസ് ഒരു പൈ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റീവ് ആൻഡ് അഡാപ്റ്റീവ് കുറച്ചധികം, അഡാപ്റ്റീവ് എന്ന് പറയുന്നത് ഒരു 25% ഓഫ് ദ പൈ ചാർട്ട് എടുക്കുന്നുണ്ട്, കറക്റ്റീവ് എന്ന് പറയുന്നത് കുറച്ച് 20%, പ്രിവെൻറ്റീവ് എന്ന് പറയുന്നത് ഒരു 5% ആണ്, ബാക്കി പെർഫെക്റ്റീവ് ആണ് 50%. ദാറ്റ് ഈസ് നമ്മൾ നമ്മുടെ മെയിൻ്റെനൻസ് ചെയ്യുന്നത്, കൂടുതലും മെയിൻ്റെനൻസ് വർക്ക് വരുന്നത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാനാണ്. നമ്മൾ പെർഫെക്റ്റീവ് മെയിൻ്റെനൻസിൽ പഠിച്ച് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാനാണ്. അപ്പോൾ ഒരു പൈ ചാർട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ് ആണ് ഏറ്റവും കൂടുതൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. പെർഫെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് അപ്ഗ്രേഡ് ചെയ്യുവാണ്. അതിലെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ പ്രിവെൻറ്റീവ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ ദി മെയിൻ്റെനൻസ്. നെക്സ്റ്റ് വി കം വിത്ത് ദ പ്രോബ്ലംസ് ഡ്യൂറിങ് മെയിൻ്റെനൻസ്. മെയിൻ്റെനൻസ് ചെയ്യുമ്പം എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്? അപ്പം യൂഷ്വലി നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുന്ന ഒരാളായിരിക്കും, പക്ഷെ അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യുന്ന വേറെ ആളായിരിക്കും.
ഒരു ഡെവലപ്പർ ആയിരിക്കും പ്രോഗ്രാം എഴുതുന്നത്, ടെസ്റ്റർ ആയിരിക്കും പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവർ രണ്ടുപേരും അല്ലായിരിക്കും, വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പം പ്രോഗ്രാം ഇങ്ങനെ ഒരു പേഴ്സൺ ചേഞ്ച് ചെയ്തു, അപ്പം അയാൾക്ക് കറക്റ്റായിട്ട് അറിയുണ്ടാവില്ല, വേറെ പേഴ്സൺ അത് യൂസ് ചെയ്തു, അതും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ രീതിയിലുള്ള ആൻസേഴ്സും അവരുടെ രീതിയിലുള്ള കോഡിംഗ് ഒക്കെയാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ പ്രോഗ്രാംസിന് ലിസ്റ്റിങ്സ് വരുമ്പോൾ ദേ ആർ നോട്ട് സ്ട്രക്ചേർഡ്. പ്രോഗ്രാംസ് ഒക്കെ ആരൊക്കെ എന്തൊക്കെ ആഡ് ചെയ്യുന്നു, പിന്നെ അത് കട്ട് ചെയ്യുന്നു, പിന്നെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫുള്ളി സ്ട്രെങ്തൺ ആയിട്ട് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ടല്ല ചെയ്യുന്നത്. എന്തോ ഒരാൾ ചെയ്ത് നമ്മളത് ബാക്കി ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ബിക്കംസ് ദ ലിസ്റ്റിംഗ് ബിക്കംസ് അൺസ്ട്രക്ചേർഡ്. അതുപോലെ തന്നെ ഹൈ സ്റ്റാഫ് ടേൺ ഓവർ, കുറേ സ്റ്റാഫ്സും ഉണ്ട്, എല്ലാവരും കൂടി ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസും വരും. അപ്പം ഇതൊക്കെയാണ് മെയിൻ്റെനൻസ് സമയത്ത് വരുന്ന പ്രോബ്ലംസ്. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ഗെറ്റ് വിത്ത് ദ സൊല്യൂഷൻസ്. അപ്പോൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ സൊല്യൂഷൻസും ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് ബഡ്ജറ്റ് ആൻഡ് എഫേർട്ട് റിയലൊക്കേഷൻ. അതായത് ബഡ്ജറ്റ് ആൻഡ് എഫേർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ടൈം ആൻഡ് റിസോഴ്സസ് ആണ്. അപ്പം ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ടൈം, അതിൻ്റെ വേണ്ട റിസോഴ്സസ്, അതൊക്കെ എന്താണെന്ന് നമ്മൾ കൂടുതൽ നോക്കണം. അൺമെയിൻറ്റെയിനബിൾ ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ട. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ടൈമും റിസോഴ്സസും നമ്മൾ നോക്കണം. വിത്തിൻ ദ ലിമിറ്റ്സ് ആണോ എന്ന് നോക്കണം, ബഡ്ജറ്റും എഫേർട്ടും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യെസ് വി ക്യാൻ ഗോ വിത്ത് ദ മെയിൻ്റെനൻസ് എഹെഡ്. സെക്കൻഡ് സൊല്യൂഷൻ ഇസ് കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇപ്പം എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ ചിലപ്പം അതിനേക്കാളും കൂടുതലായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുതിയതായിട്ടൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ചേഞ്ചസ് വരാം. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ അതിന് ചേഞ്ച് വരുത്തുമ്പം ഇതേ റേറ്റിന് തന്നെ അല്ലെങ്കിൽ ഇതേ പൈസക്ക് തന്നെ ഇതേ ബഡ്ജറ്റിന് തന്നെ പുതിയൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമുക്ക് പുതിയതായിട്ട് തന്നെ ഏറ്റവും ലോ ലെവൽ സ്ക്രാച്ച് നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇറ്റ് വിൽ ബി ബെറ്റർ ദാൻ ദി അതർ വൺ. തേർഡ് പോയിന്റ് ഇസ് ദ മെയിൻ്റെനൻസ് ഓഫ് എക്സിസ്റ്റിംഗ് സിസ്റ്റം. നമുക്ക് എപ്പോഴും എല്ലാ സോഫ്റ്റ്വെയറും ഫുള്ളി ഫേണിഷ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത് ഒരു വയബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. അതിൻ്റെ കോംപ്ലക്സിറ്റി റിലേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റും എഫേർട്ടും അതൊക്കെ കൂടി ഒരു വയബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. അങ്ങനെയുള്ള സിനാരിയോസിൽ നമുക്ക് കറൻ്റ്ലി ഉള്ള സിസ്റ്റത്തിനെ നമുക്ക് ഒരു ഹയർ സ്റ്റേറ്റിലേക്ക് അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് ഒരു കോസ്റ്റ് എഫക്റ്റീവ് മാനറിൽ നമുക്കതിനെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. സോ ദീസ് ത്രീ ആർ ദ സൊല്യൂഷൻസ് ടു ദ മെൻഷൻഡ് പ്രോബ്ലം. ബഡ്ജറ്റ് ഉണ്ട്, റീപ്ലേസ്മെൻറ്റും ഉണ്ട്, മെയിൻ്റെനൻസും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് ആ ഒരു മെയിൻ്റെനൻസ് ഫേസിൽ കണ്ടുവരുന്ന പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണിത്. Thus we come to the end of this section. Thank you.